അഖിലേ, നമ്മുടെ മറ്റേ പ്രോപ്പർട്ടി കാണാമെന്ന് ഒത്തിരി പേര് ചോദിച്ചു. ലോ ബഡ്ജറ്റിൽ സിറ്റിക്കകത്ത് നല്ലൊരു വീട്. ലോ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എത്ര വരെ ആവും? ഒരു 40 lakhs. അടിപൊളി. 40 രൂപയ്ക്കൊന്ന് സിറ്റിക്കകത്ത് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നേലും നടവഴിയായിരിക്കും, അല്ലെങ്കിൽ ഒരു ചെറിയ സ്ഥലമായിരിക്കും, ഒരു 2 സെന്റോ 3 സെന്റോ വരുന്ന പ്രോപ്പർട്ടി ആയിരിക്കും. എന്തെങ്കിലുമൊക്കെ ഡിഫക്റ്റ് ഉണ്ടെങ്കിലേ നമുക്ക് ഈ പറഞ്ഞ ബഡ്ജറ്റിൽ കിട്ടുള്ളൂ. പക്ഷേ നമുക്കിപ്പോൾ ഒരു പ്രോപ്പർട്ടി കിടപ്പുണ്ട്. അതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 6 സെന്റിനടുത്ത് സ്ഥലമുണ്ട്, കാറ് കയറുന്ന വഴിയാണ്. നമുക്കൊരു 36 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. അവർക്ക് ഈ 40 രൂപ ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊരു 4 രൂപയും കൂടെ മുടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള നമുക്ക് ഇപ്പോൾ ഒരു റൂമിൽ ടൈലൊന്നും ഇട്ടിട്ടില്ല, അത് ചെയ്യാം. വീട് ഏകദേശം ഒരു 20 വർഷം പഴക്കമുണ്ട്. നമുക്ക് അതിനൊന്ന് റെനോവേറ്റ് ചെയ്ത് ഒരു ബാത്റൂം കൂടെ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ വീട് അത്യാവശ്യം നല്ല കണ്ടീഷനിൽ തന്നെ ആക്കാൻ പറ്റും. അത് വേണമെങ്കിൽ നമുക്കൊന്ന് കാണിച്ചു നോക്ക്. താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു നോക്കട്ടെ. പിന്നെ അതൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ 4-5 നമുക്കിതാ ഇവിടെ നേരെ കാണുന്നത് അത് മാർവേനീസ് കോളേജാണ്. മാർവേനീസ് കോളേജിന്റെ ഏകദേശം ബാക്ക് വശത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി. അപ്പോൾ നമുക്കൊന്ന് പോയി കണ്ടുനോക്കാം. അത് വേണേൽ കണ്ടുനോക്കാം. എടാ, നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ ഇടവക്കോടം എന്ന് പറഞ്ഞാൽ അവിടെ കയറി അവിടെ ശ്രീകാര്യം പോവാം. അതുപോലെ ഇതുവഴി പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ വലത്തോട്ട് കയറുന്നതാണ് ബെനഡിക്ട് നഗർ. അതുവഴി നമുക്ക് 4-5 ഇറങ്ങാം. ഇതുവഴി അങ്ങോട്ടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ പാറോട്ടോണം ജംഗ്ഷനിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ. മെയിൻ റോഡ്, അതായത് പാറോട്ടോണം അവിടെ നിന്ന് കേശവദാസ് വരെ ആ രീതിയിൽ കയറാൻ പറ്റുന്ന ലൊക്കേഷൻ. നമുക്കിതാ ഈ പാലം ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇവിടെ ഒരു വീടുണ്ട്. അതായത് ബെനഡിക്ട് നഗറിൽ നിന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ലാസ്റ്റ് ഈ തോട്ടന്റെ കരയിൽ വരും. അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് ആദ്യത്തെ പാലം ഇത് ക്രോസ് ചെയ്യുമ്പോൾ ഈ വീട് കഴിഞ്ഞോടെ ഇടത്തോട്ടുള്ള വഴി, അതുവഴിയാണ് നമുക്ക് കാർ പോകുന്നത്. ശരിക്കും നമുക്ക് അതുവഴി ഇതിന്റെ ഫ്രണ്ടിലൂടെ ഒരു ബൈക്ക് കയറുന്ന വഴി ഇതിനെ തോട് ക്രോസ് ചെയ്തും കൂടെ ഉണ്ട്. 2 വഴിയുണ്ടല്ലേ? അതായത് ഈ തോടിന്റെ കരയിലാണ് നമ്മുടെ പ്രോപ്പർട്ടി. 2 വശത്തൂടെയും വഴിയുണ്ട്. ഈ വീട് കഴിഞ്ഞോടെ ഇടത്തോട്ട് തിരിയുക, അങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടി. ശരിക്കും നമ്മൾ ഈ വഴി ഇങ്ങനെ കയറി വരുമ്പോഴത്തേക്കും നമ്മുടെ വീടിന്റെ ബാക്ക് വശമാണ്. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഫ്രണ്ട് ശരിക്കും അങ്ങോട്ടേക്ക് ഈ സ്പേസിംഗ് ആയിട്ടാണ് ഇരുന്നത്. അപ്പോൾ അതിന് ഒരു ബൈക്ക് കയറി വരുന്ന വഴി ഉണ്ടായിരുന്നുള്ളൂ. അപ്പം പിന്നീട് ഇതിന്റെ നേരത്തെ ഉടമ പുള്ളി ഇതിനകത്ത് ഒരു 2 സെന്റോടെ വാങ്ങിച്ചേർത്ത് നമുക്ക് ഇവിടെ നിന്ന് വലിയ വണ്ടി, അതായത് ലോറി കയറുന്ന രീതിയിലുള്ള വഴിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്കിത് ഇങ്ങനെയാണ് വീടിരിപ്പ്. ഇതിന്റെ പുറത്തായിട്ട് ഇതുപോലെ ഒരു ബാത്റൂമും അതുപോലെ ടോയ്ലറ്റ് സൗകര്യം ചെയ്തിട്ടുണ്ട്. വീടിന് അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല. അപ്പൊ അത് പക്ഷെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഇതിന്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വിഷ്വൽ കാണിച്ചു തരാം. ശരിക്കും ഇതായിരുന്നു നമ്മുടെ വീടിന്റെ ആദ്യത്തെ എൻട്രൻസ്. ഇതുവഴിയായിരുന്നു വീട്ടിലേക്ക് എൻട്രൻസ് ഉണ്ടായിരുന്നത്. ഇത് നമുക്ക് ടോട്ടൽ 4 സെന്റും വീടുമായിരുന്നു. അതിൻ്റെ കൂടെ 2 സെന്റോടെ വാങ്ങി ചേർത്താണ് ഇതിപ്പോൾ 6 സെന്റ് ആക്കിയിട്ടുള്ളത്. അപ്പം വെള്ളത്തിനാണെങ്കിൽ കിണറുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് അത്യാവശ്യം ചുറ്റോട്ടം സ്പേഷ്യസ് ആണ്. അപ്പോൾ ഈ വീട് വരുമ്പോൾ ഏകദേശം ഒരു 700-800 സ്ക്വയർ ഫീറ്റ് ആ റേഞ്ചിൽ വരുന്ന ഒരു ചെറിയ വീടാണ് ഇത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ബഡ്ജറ്റിന് ഇവിടെ വർത്താണ്. ഇവിടെ നമ്മൾ സ്ഥലത്തിന്റെ വില പോലും ചോദിക്കുന്നില്ല. ഇവിടെയൊക്കെ സ്ഥലത്തിന്റെ വില എന്ന് പറഞ്ഞാൽ എങ്ങനെയായാലും 8-9 ലക്ഷം രൂപയിൽ കുറയാണ്ട് സ്ഥല വിലയുണ്ട്. ഇതിപ്പം നമുക്ക് അവിടെ ഒരു റൂം, ഇവിടെ ഒരു റൂം, ഈ ഭാഗത്തായിട്ട് ഒരു ബെഡ്റൂം, അത് പോയിട്ട് ഇതൊരു ചെറിയ റൂം. ഇങ്ങനെ ഇത്രയും റൂമുകളാണുള്ളത്. ഇവിടെ ആയിട്ട് കിച്ചൺ ഉണ്ട്. എന്നിട്ട് അതുവഴി പുറത്താണ് നമുക്ക് നിലവിൽ ടോയ്ലറ്റ് ഉള്ളത്. പക്ഷെ ഇവിടെ എവിടെയെങ്കിലും കൂടെ നമുക്ക് പുറത്തേക്ക് വേണമെങ്കിൽ ടോയ്ലറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ പറഞ്ഞ അവർക്ക് ഒരു 40 രൂപയ്ക്കകത്ത് ഇതിനകത്ത് ഇത് നല്ല ഒരു വൃത്തിയുള്ള ഒരു വീടാക്കി എടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോ. നമുക്ക് ഇതിന് ഉദ്ദേശിക്കുന്ന വില 36 ലക്ഷം രൂപ. 36 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഈ വീട് കൊടുക്കാം. അപ്പൊ ഈ തോടിൽ വെള്ളം കയറുക അങ്ങനെ ഒരു കാരണവശാലും വെള്ളം കയറൂല. കാരണം ഇതിന്റെ തൊട്ടപ്പുറത്ത് എന്റെ പ്ലോട്ടാണ്. ഇത് ഞാൻ തന്നെ വാങ്ങിയിട്ടിരിക്കുന്നതാണ്. ഇതിപ്പോ ആരും പോയില്ല എന്നുണ്ടെങ്കിൽ എനിക്കെന്ന് പറഞ്ഞ് വാങ്ങിയിട്ടിരിക്കുന്ന പ്ലോട്ടാണ്. എങ്ങനെയാ വെച്ചാൽ ഇവിടെ ഏറ്റവും ഭയങ്കര വെള്ളം വന്ന ഒരു 3 വർഷം മുമ്പാണ്. അതായത് തിരുവനന്തപുരത്തെ മിക്ക സ്ഥലങ്ങളും വെള്ളത്തിലായി. ഈ തോടൊക്കെ അത്യാവശ്യം നിറഞ്ഞു പോകും, പക്ഷെ എന്നാലും ഇങ്ങോട്ട് കയറൂല. അത് ധൈര്യമായിട്ട്. എങ്ങനെ വെച്ചാൽ ഇതിന്റെ അപ്പുറത്താണ് അത് എൻ്റെ അനിയത്തിയുടെ വീട്. അത് കഴിഞ്ഞത് അവിടെ നിന്ന് അങ്ങോട്ട് പോയി എൻ്റെ വീട്. അതല്ല, ഇതിനെക്കാട്ടും താഴ്ന്നിട്ടാണ് ആ പ്രോപ്പർട്ടി എല്ലാവരും ഇപ്പോൾ ഉള്ളത്. അങ്ങോട്ട് കയറിയിട്ടില്ല. ഇത് ഹൈറ്റ് ഉണ്ട്. നമുക്ക് ഇടവക്കോട് ഈസിലി കയറാം. ഇപ്പൊ 4-5 ഈസിലി കയറാം. ഇപ്പൊ 4-5 സ്കൂളിലോട്ടൊക്കെ കോമ്പൗണ്ടിൽ കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഗംഗാ നഗർ വഴി കുറച്ചൊന്ന് പോയാൽ അവിടെ നിന്നൊരു വഴിയുണ്ട്. പക്ഷെ അത് അവിടെ നിന്ന് കുറെ ദൂരം കയറിയിട്ട് പിന്നെ ബൈക്ക് പോകുന്ന വഴിയാണ്. അത് ഇവിടുത്തെ കോളേജ് പിള്ളേരെ മിക്കവാറും അതുവഴിയാണ് ഈ അകത്തേക്ക് പോകുന്നത്. നേരെ കാണുന്നത് കോളേജിന്റെ ക്യാമ്പസ് ആണ്. അതിന്റെ കെട്ടിടങ്ങളാണ് കാണുന്നത്. അപ്പൊ എന്തായാലും താല്പര്യമുള്ളവർ നിങ്ങളുടെ നമ്പർ തന്നെ ഞാൻ ഇതിൽ വെച്ചേക്കാം. വിളിച്ചോ, നേരിട്ട് വന്ന് ഡീലായിരിക്കും.